ഇന്നത്തെ പണി നടക്കുന്നത് തിരുരങ്ങാടി മാർക്കറ്റ് റോഡിലാണ് പണി. ഈ ഓടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ തേച്ചിട്ട് സിംഗിൾസ് വിരിക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ ഓടൊന്നായിട്ട് എടുക്കണം. ഇതാണ് അവിടുത്തെ സ്ഥിതി. തെങ്ങുമെന്ന് ഓല വീണിട്ട് എല്ലാ ഓടും പൊട്ടി. സ്ലാബിൻ്റെ മേലെ ചെടികൾ വരെ ഉണ്ടായിട്ടുണ്ട്. ചെടികളല്ല, കർമ്മത്തി എന്ന് പറയും. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തെങ്ങുമെന്ന് ഓലയും തേങ്ങയൊക്കെ വീണിട്ട് ഓട് പറ്റ പൊടിയാവുന്നതുകൊണ്ടാണ് വീട്ടുകാരനെ ഇങ്ങനെ ഒരു തീരുമാനത്തേക്ക് എത്തിയത്. സിംഗിൾസ് ആകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഓല വീണാലും തേങ്ങ വീണാലും എന്ത് തന്നെ വീണാലും സിംഗിൾസിന് പ്രശ്നമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആക്കാനുള്ള തീരുമാനത്തേക്ക് എത്തി. അപ്പോൾ ഈ മൂലത്തെ എല്ലാ ഓടും ഇറക്കി ഏകദേശം ഫണ്ടൊക്കെ എത്തി. ഫണ്ടിന്ന് പിന്നെ ആ ഓടിങ്ങി താഴത്തേക്കാണ് ഇറക്കി വെക്കുന്നത്. മറ്റുള്ള ഓടൊക്കെ മേലേക്ക് കയറ്റി വെച്ച് പിന്നെ ഞങ്ങൾ മൊത്തം 4 ആൾക്കാരുള്ളത്. ഇനി ആ പട്ടിക പൊളിക്കണം വേണം. അതിനാണ് ഞങ്ങൾ 4 ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ ഓട് പൊട്ടാതെ എടുത്ത് പിന്നെ മൂലയിലുള്ള പീസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ആർക്കും ഉപകാരപ്പെടാൻ എടുക്കാം. അങ്ങനെ വീടിൻ്റെ ഒരു മൂലക്ക് തന്നെ അട്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഓടൊക്കെ എടുത്ത് കഴിഞ്ഞ് തുടങ്ങി. 3/4 ഭാഗം ഓട് എടുത്ത് കഴിഞ്ഞ് നമ്മുടെ കുയ്യടിയിൽ ഷീറ്റിൽ നല്ല കച്ചവൊക്കെ ഉണ്ട്. ഷീറ്റിൽ ഇനി ഈ ഒരു സൈഡ് മാത്രമേ ബാക്കിയുള്ള എടുക്കാൻ. ബാക്കിയുള്ള ഏകദേശം എടുത്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പൊട്ടിക്കൽ തുടങ്ങി. പൊട്ടിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. ആ പൊട്ടിച്ചത് ചൂലിട്ട് അടിച്ച് മേലെ തന്നെ അടിച്ച് ക്ലിയർ ചെയ്ത് പോലാണ്. പിന്നെ ഇവ നിൽക്കാൻ കഴിയില്ല. പിന്നെ ഈ മൂലക്കുള്ള പീസ് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ, ഒന്ന് തട്ടിയെടുക്കാൻ കഴിയില്ല മൂലക്കിലായതുകൊണ്ട്. ഞാൻ അടിച്ചെടുത്ത് ഏകദേശം ഈ സൈഡും ഞങ്ങൾ എല്ലാം ചൂലിട്ട് അടിച്ച് ക്ലിയർ ആക്കി. കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ നടക്കാൻ കഴിയില്ല, സ്ലിപ്പായിക്കോളും. അപ്പോൾ ഏകദേശം ക്ലിയറായി. എന്താ വെച്ചാൽ ലാസ്റ്റിൽ 2 വരി മാത്രം എടുത്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുകൊണ്ട് നടന്നു പോകാനുള്ളൊരു വഴി മാത്രമാണ് സാധനമായിട്ട്. പിന്നെ അടിയിൽ ഷീറ്റ് വിരിച്ചിട്ട് അതിലേക്കാണ് ഈ കച്ചറ ഇടുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഈ സൈഡിൽ കുറച്ചും കൂടി ഉണ്ട്. ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ സിമൻറ്റ് കനം വന്നിട്ടുള്ളത്. പഴയ കാലത്ത് മണൽ വെച്ചാണ് ഇത് പട്ടിക കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് ഡബിൾ പട്ടിക മുതൽക്കാണ് ഇത് കെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പട്ടിക വരുന്നത് 1 ഇഞ്ച് വെക്കണം. ആദ്യ കാലത്ത് ഡബിളാക്കിയിട്ടാണ് വെക്കൽ. അതിന് ഒരുപാട് സിമെൻറ്റും ഒക്കെ ചിലവാണ്. അപ്പോൾ അതൊക്കെ ബുക്കാസെറ്റാണ് കുത്തി പൊട്ടിക്കുന്നത്. ബുക്കാസെറ്റ് കുത്തി പൊട്ടിക്കാൻ ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല, ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ പൊളിക്കണ ഭാഗം അപ്പൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, അടിച്ച് വൃത്തിയാക്കി പോകും. എന്നാലും അതിൻ്റെ മേലെ കൂടെ നമുക്ക് നടക്കാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ നടക്കാൻ കഴിയില്ല. പിന്നെ ലാസ്റ്റ് വരുന്ന എൻ്റെ പൊട്ടിക്കൽ തുടങ്ങി. ലാസ്റ്റ് എൻ്റെ ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല എന്തിലേക്കും. ഈ ലാസ്റ്റ് ഏകദേശം കഴിയാനായപ്പോഴാണ് ഞങ്ങൾ ആ പരിപാടി തുടങ്ങിയത്. ഇനി അതിൻ്റെ മേലെ കൂടെ നടക്കാൻ കഴിയില്ല. അപ്പോൾ ആ ലാസ്റ്റ് പട്ടിയും കൂടി പൊട്ടിക്കാൻ ഞാൻ പൊട്ടിച്ചിട്ട് നമ്മൾ ഇന്ത്യക്കാരനെ പീസുകൾ എടുത്ത് കൊടുക്കുകയാണ്. അടിച്ചെഴുതുകൊണ്ട് ഇവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല. അടിച്ചെഴുതാൻ ഇതിപ്പോൾ നടക്കാൻ കഴിയില്ല, അത്രയും തരി ഉണ്ടായിരുന്നു. അങ്ങനെ കച്ചറ താഴത്ത് കിടുകയാണ്. അവിടുന്ന് പിന്നെ വണ്ടി കയറ്റിയിട്ട് നമ്മൾ കച്ചറായിട്ട് തട്ടും. അതിനുള്ള പരിപാടി ഇപ്പോൾ ഏകദേശം ഈ ഭാഗം ഏകദേശം ഫില്ലായി തുടങ്ങിയിരിക്കണം. ഇനി ലാസ്റ്റ് ഈ ഡബിൾ പട്ടിക കുറച്ചും കൂടി അതെടുത്താൽ നമ്മളെ പൊട്ടിക്കുന്ന പരിപാടി. ലാസ്റ്റത്തെ പട്ടിക പൊട്ടിക്കുമ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ട് വേണം കച്ചറ ഒഴിവാക്കില്ല. പിന്നെ ഇത് തേക്കുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതാണ് ടാസ്ക്. കാരണം ഔട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പാടാണ്. അപ്പോൾ ഡേഞ്ചർ പരിപാടിയാണ്. അടുത്ത വീഡിയോയുമായി വരാം.